എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കൾ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറയുന്നത് SLC കുട്ടികളുടെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ ആദ്യത്തെ 2 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മക്കൾ 10ാം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി ആ 2 വീഡിയോ കണ്ടതിന് ശേഷം വന്ന് ഈ വീഡിയോ കാണുക. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പം പേജ് നമ്പർ 63 എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് എക്സസൈസിലെ മൂന്നാമത്തെ ചോദ്യമാണ്. ഈ 3, 4, 5, 6 ഈ 4 ചോദ്യങ്ങൾ മക്കളെ പ്രൂവ് ദാറ്റ് ചോദ്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണം. നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എടാ, ഫസ്റ്റ് ടേം 1/3 കോമൺ ഡിഫറൻസ് 1/6 വരുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിൽ എന്താണ് കണ്ടെയ്ൻ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ആ സീക്വൻസിൽ നാച്ചുറൽ നമ്പറുകൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സീക്വൻസിൽ നാച്ചുറൽ നമ്പറുകൾ ഉണ്ട് എന്ന് തെളിയിക്കാനാണ്. എന്ന് വെച്ചാൽ ആ സീക്വൻസിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ ആണെന്നല്ല, ആ സീക്വൻസിലെ നമ്പറുകളെല്ലാം നാച്ചുറൽ നമ്പർ ആണെന്നല്ല, ആ സീക്വൻസിൽ എന്താണ് ടേമുകളായിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ടേമുകളായിട്ട് വരുന്നുണ്ട് എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ആ സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് അറിയാമല്ലോ, 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് എല്ലാം ആ സീക്വൻസിലുണ്ട്. ഫസ്റ്റ് ടേം 1/3 ആണ്. എഫ് ഈസ് ഈക്വൽ ടു 1/3. ഡി നമ്മുടെ ഡിഫറൻസ് 1/6 എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എടാ, എഫും ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഓൾജിബ്രക് ടേം കണ്ടുപിടിക്കാൻ പറ്റും. ഓൾജിബ്രക് ടേം എന്തിനാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ, എടാ ഈ സീക്വൻസിൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനല്ലേ. അപ്പോൾ നമുക്ക് ഓൾജിബ്ര കിട്ടുമ്പോൾ n എന്ന് പറയുന്നൊരു ടേമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നിന് പകരം വാല്യൂസ് കൊടുത്ത് നോക്കി നമുക്ക് അവിടെ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾജിബ്ര കാണാൻ പോവാണ്. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. an പ്ലസ് ബി നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞു തന്നെയാണ്, വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു d ആരാതെ 1/6 n പ്ലസ് f നോക്കുക 1/3 മൈനസ് 1/6. ഓക്കെ അല്ലേ, 1/3 മൈനസ് 1/6. മക്കളെ 1/6 n ഇതിനെ ക്രോസ് ചെയ്യുക, പ്ലസ് 1 × 6 6 മൈനസ് 3 × 1 3/3 × 6 18. ഇത് നോക്കുക, എടാ 1/6 × n എന്ന് പറഞ്ഞാൽ ദേ മുകളിൽ ആരൊക്കെ ഉണ്ട്, 1 ഉം n ഉം. 1 × n n/6 എന്ന് എഴുതാം അതിന് നമുക്ക്. പ്ലസ് 6 മൈനസ് 3 3/18. 3ഉം 18 കട്ടാവും. 3 × 1 3 3 × എത്ര 6 അല്ലേ 18 എന്ന് പറയുന്നത്. n/6 പ്ലസ് 1/6. മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് xn ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 6 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് എഴുതി ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ പോരെ, n പ്ലസ് 1 n പ്ലസ് 1. അപ്പോൾ xn ഈസ് ഈക്വൽ ടു n പ്ലസ് 1/6. എന്നാൽ താഴെ വന്നേക്കുന്ന നമ്പർ നോക്കുക, 6 ആണ്. താഴെ 6 ആണ് വന്നേക്കുന്നത്. മുകളിൽ നമ്മുടെ 6ൻ്റെ ടേബിളിലുള്ള ഓരോ നമ്പേഴ്സുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ആൻസർ 1, 2, 3 എന്ന് പറഞ്ഞ ഒരേ ആൻസർ കിട്ടത്തില്ലേ. അപ്പോൾ നോക്കുക, xn എന്ന് പറഞ്ഞാൽ n-ാമത്തെ ടേമിൻ്റെ ആണ്. നമുക്കിവിടെ ഫസ്റ്റ് ടേം കാണണമെങ്കിൽ x1 എന്നിട്ട് കൊടുത്താൽ മതി. 1 + 1 2 അതാണ് ഫസ്റ്റ് ടേം. 1 + 1 2/6. 2/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2/6. 2/6 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്നല്ലേ കിട്ടുന്നത്. അതല്ലേ ഫസ്റ്റ് ടേം. എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. എന്നിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. എന്നിന് 4 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. എന്നിന് 5 ഇട്ട് കൊടുക്കുമ്പോൾ ഫിഫ്ത്ത് ടേം കിട്ടും. അങ്ങനെ ഫസ്റ്റ് ടേം സീക്വൻസിലെ 1-ാമത്തെ ടേം x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം നമ്മുടെ 1/3 ആണ്. അടുത്ത സെക്കൻഡ് ടൈം ഉണ്ട്, സീക്വൻസിൽ തേർഡ് ടൈം ഉണ്ട്. അങ്ങനെ പോയി വരുമ്പോൾ എടാ ഇവിടെ മുകളിൽ ഈ n+1 എന്ന് പറയുന്ന നമ്പർ 6 ആയാൽ 6/6 എന്നുള്ളത് എന്താവും, n+1 6 ആയാൽ 6/6 എന്നുള്ളത് എന്താവും, 6/6 1 ആവും. n+1 എന്താകണം, 6 ആണ്. 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നതെങ്കിൽ താഴെ കിടക്കുന്ന 6ആയിട്ട് കട്ടായി പോയി ഓരോ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടത്തില്ലേ. അപ്പം n+1 6 ആകുക എന്ന് പറഞ്ഞാൽ n എത്ര ആകണം, 6 - 1. എന്നിൻ്റെ വില 5 ആയാൽ മതി. ഒരെണ്ണം ഒന്ന് കാണിച്ചു തന്നെ, നമ്മൾ നോർമലി ആലോചിച്ചാലും മതി. അതായത് എന്നിന് 5 ഇട്ട് കൊടുക്കുമ്പം ഇഫ് n ഈസ് ഈക്വൽ ടു 5, എന്നിന് 5 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഓരോ നമ്പർ കൊടുത്ത് നോക്കാം. 5 കൊടുക്കുമ്പം 5 + 1 6 6/6 1 എന്ന് വരും. എന്നിന് 5 കൊടുത്താൽ
എക്സ് എൻ അല്ലെങ്കിൽ അഞ്ചാമത്തെ ടൈമായിട്ട് എക്സ് എൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന അഞ്ചാമത്തെ ടൈമായിട്ട് നമുക്ക് കിട്ടുന്ന ഏതായിരിക്കും 1 ആയിരിക്കും. ഇനി അടുത്തൊരെണ്ണം എന്നിന് നമ്മൾ വേറൊരു ടൈം കൊടുക്കാൻ പോവാണ്. 6ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 5 കൊടുത്തത് 5 + 1 6 6/6 വരുമ്പം 1 എന്ന് കിട്ടും. ഓക്കെ, എന്നിന് നിങ്ങൾ 5 കൊടുത്താൽ അഞ്ചാമത്തെ ടൈമായിട്ട് x5 ആയിട്ട് അങ്ങനെ ആലോചിച്ചാലും മതി. x5 ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സീക്വൻസിലെ x1 x2 x3 അങ്ങനെ പോയി വരുമ്പം അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് ടേം 1/3 ആണെങ്കിൽ അഞ്ചാമത്തെ ടേം അവിടെ എന്താണ്? 1 ആണ്. അതുപോലെ ടേമുകൾ എഴുതി പോകുമ്പം അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ എന്ത് കൊടുത്താലാണ് ഇനി 6ൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 12 അല്ലേ? 12 വരുവാണെങ്കിൽ മണ്ടയ്ക്ക് 12 വന്നാൽ 12/6 നമുക്ക് 2 എന്ന് കിട്ടും. 12 കിട്ടണമെങ്കിൽ എന്നിന് ഇവിടെ എന്ത് കൊടുക്കണം? എന്നും 1 കൂട്ടുമ്പോൾ ഒരു നമ്പറും 1 കൂട്ടുമ്പോൾ 12 കിട്ടണം. എങ്കിൽ ആ നമ്പർ എന്തായിരിക്കണം? ഇവിടെ 11 കൊടുത്താൽ പോലെ 11 + 1 എന്ത് വരും? 11 + 1 12 ആവും. നമ്മൾ എന്നിൻ്റെ ഇഫ് n = ഏത് കൊടുത്താൽ 11 കൊടുത്താൽ 11ാമത്തെ ടൈമായിട്ട് നമുക്ക് എന്ത് കിട്ടും? 11 + 1 12 12/6 2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ അഞ്ചാമത്തെ ടേം നമുക്ക് 1 എന്ന് കിട്ടി. ഈ സീക്വൻസിലെ 11ാമത്തെ ടേം നമുക്ക് കിട്ടുന്ന 2 എന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ടേം ഇല്ല എന്നല്ല ഉണ്ട്. അഞ്ചാമത്തെ ടേം കഴിഞ്ഞാൽ 6 ഉണ്ട് 7 ഉണ്ട് 8 ഉണ്ട് 9 ഉണ്ട് 10 ഉണ്ട് അങ്ങനെ പോയി. പക്ഷേ സീക്വൻസിൽ ഫസ്റ്റ് ടേം 1/3 അഞ്ചാമത്തെ ടേം നാച്ചുറൽ നമ്പറായ 1 ആണ്. ഫസ്റ്റ് നാച്ചുറൽ നമ്പറായ 1 മക്കളെ. അടുത്ത 11ാമത്തെ ടേം നാച്ചുറൽ നമ്പറായ 2 ആണ്. അടുത്ത ഇവിടെ 6ൻ്റെ മൾട്ടിപ്പിൾ 6ൻ്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ഏതാ? 6 × 3 18 അല്ലേ? അപ്പം 18 വരണമെങ്കിൽ എന്നിന് എന്ത് കൊടുക്കണം? n + 1 കൂട്ടുമ്പം 18 എന്ന് വരണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? 17 കൊടുത്താൽ പോരെ? ഇഫ് n = 17 എന്നിൻ്റെ വില 17 എന്ന് കൊടുത്താൽ 17 + 1 18 18/6 3 ആണ്. എന്ന് വെച്ചാൽ 17ാമത്തെ ടേം 3 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഈ സീക്വൻസ് എഴുതി പോകുമ്പം സീക്വൻസ് എഴുതി വരുമ്പോൾ സീക്വൻസിലെ 17ാമത്തെ ടേം 3 ആയിരിക്കും. അപ്പം സീക്വൻസിലെ അഞ്ചാമത്തെ ടേം 1 11ാമത്തെ ടേം 2 17ാമത്തെ ടേം 3 അങ്ങനെ നോക്കിയാൽ ഏതെങ്കിലും ഒരു ടേം നോക്കി വരുമ്പം ഒരു ടേം 4 ആയിരിക്കും, ഒരു ടേം 5 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണെന്നല്ല, ഈ സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നുണ്ട്, കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഉണ്ട്. അഞ്ചാമത്തെ ടേം 1 ആണ്, 11ാമത്തെ ടേം 2 ആണ്, 17ാമത്തെ ടേം 3 ആണ്. ഇനി അടുത്തൊരു ടേം നോക്കിയാൽ അങ്ങോട്ട് എഴുതി പോകുമ്പോൾ 4 വരും. സീക്വൻസിൽ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായത് എക്സെൻ്റ് കണ്ടുപിടിച്ചപ്പോഴാണ്. എക്സെൻ്റ് കണ്ടുപിടിച്ചപ്പോൾ ഈ വാല്യൂസ് കിട്ടിയപ്പോൾ മനസ്സിലായി ഈ സീക്വൻസിൽ എന്തുണ്ട്? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ദെയർഫോർ ദ സീക്വൻസ് കണ്ടെയ്ൻ നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ നമ്മുടെ പ്രൂവ് ദാറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ പ്രൂവ് ദാറ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിലെ നോക്കുകയാണെങ്കിൽ ആ എക്സസൈസിലെ 4ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന പ്രൂവ് ദാറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് നോക്കാം? പ്രൂവ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3. ഫസ്റ്റ് ടേം 1/3 ആണ്, കോമൺ ഡിഫറൻസ് 2/3 ആയ സീക്വൻസിൽ കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. നേരത്തെ നാച്ചുറൽ നമ്പറിൻ്റെ ചെയ്തില്ലേ, അതുപോലെ ഇവിടെ പറയുന്നതാണ് ഈ സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് ഉണ്ട്. വെച്ചാൽ ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് ആണെന്നല്ല, ഈ സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ട് എന്ന് തെളിയിക്കണം. ബട്ട് നോ ഈവൻ നമ്പേഴ്സ്, എന്നാൽ ഈവൻ നമ്പേഴ്സ് ഇല്ല. എന്ന് വെച്ചാൽ ഈവൻ നമ്പേഴ്സ് ഇല്ല, ഈ സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം മക്കളെ, നമ്മളിവിടെ ഓൾജിബ്രയാണ് കാണുന്നത്. ആദ്യം ഫസ്റ്റ് ടേം എന്താണ്? ഓൾജിബ്ര കണ്ടാൽ ഏത് ടേമിനെ പറ്റിയും പറയാം, പെട്ടെന്ന് നോക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഓൾജിബ്ര കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേം 1/3 മക്കളെ. ഡി എന്താണ്? 2/3 ആണ്. നമ്മൾ ഓൾജിബ്ര കാണാൻ പോകുന്നത് xn = dn + f - d. dn + f - d ആണ് ഓൾജിബ്ര. ഈക്വൽ ടു ഡി ആരാണ്? അതെ, 2/3n പ്ലസ് ഫസ്റ്റ് ടേം അതെ 1/3 മൈനസ് d 2/3. 2/3 × n 2 × n 2n/3 1/3 പ്ലസ് 1/3 മൈനസ് 2/3. ഡിനോമിനേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇടുക, ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചാൽ മതി. 1 - 2 1 ൽ നിന്ന് 2 പോയാൽ എന്താണ്? 1 - 2 -1 അല്ലടാ, അപ്പം -1/3. ഓക്കെ, 2n/3 - 1/3. xn = ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആ 3. 2n ഇത് തമ്മിൽ കുറച്ചാൽ മതി, ന്യൂമറേറ്റർ തമ്മിൽ കുറച്ചാൽ മതി. 2n - 1 2n - 1/3 ഇതാണ് ഓൾജിബ്ര. xn = 2n - 1/3.
ഇതാണ് നമ്മുടെ ഓൾജിബ്ര. xn ഈസ് ഈക്വൽ ടു 2n മൈനസ് 1/3. ഇതാണ് ഓൾജിബ്രയായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. മക്കളെ ഇവിടെ ഇതിൽ ഈ ഒരു സീക്വൻസിൽ എന്ത് വരുമെന്ന് തെളിയിക്കാനാണ് പറയുന്നത്. എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്, ബട്ട് നോ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് ഇല്ല. നമുക്ക് ഓരോ വാല്യൂസ് കൊടുക്കുമ്പം നമുക്ക് നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഓഡ് നമ്പേഴ്സ് കിട്ടും. എന്നാൽ ഈവൻ നമ്പേഴ്സ് കിട്ടത്തുമില്ല. അത് ചെയ്ത് നോക്കാം, നമുക്ക് കാണിച്ചു തരാം. നമ്മൾ എന്നിന് 1 കൊടുത്ത് നോക്കിയാൽ എന്നിന് 1 കൊടുക്കുമ്പോൾ 2 × 1 എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം 2 × 1 2 2 മൈനസ് 1 1 1/3 ആണ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ആരാണ് 1/3 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം x2 കാണാൻ നേരം നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. x2 എന്നിന് 2 കൊടുക്കുന്നത് 1/3 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്, പറയുന്നുണ്ട് ക്വസ്റ്റ്യന്. ഫസ്റ്റ് ടൈം 1/3 ആണെന്ന്. ഓൾജിബ്രക്കകത്ത് 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി. 2 ഇട്ടാൽ സെക്കൻഡ് ടൈം കിട്ടും. 2 × 2 2 × 2 4 4 മൈനസ് 1 4 മൈനസ് 1 3 3/3 3/3 എന്ന് പറയുമ്പോൾ ആരാണ് അത്? 3/3 എന്ന് പറഞ്ഞാൽ അത് 1 ആണെന്നല്ലേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈമായിട്ട് കിട്ടിയത് 3/3 ആണ്, അത് 1 ആണ്. മക്കളെ തേർഡ് ടൈം നോക്കിയാൽ തേർഡ് ടൈം നമ്മൾ ചെക്ക് ചെയ്താൽ 2 × 3 എന്നിന് 3 കൊടുക്കും. 2 × 3 2 × 3 എന്താണ്? 6 ആണ്. 6 മൈനസ് 1 6 മൈനസ് 1 5 ആണ്. അപ്പോൾ 5/3 എന്ന് കിട്ടും. 5/3. ഓക്കെ, ഇത് കട്ട് ചെയ്താൽ അതിന് ആൻസർ ഉണ്ട്. അത് പോയിന്റ് വരുന്ന അല്ലെ ഡെസിമൽ വാല്യൂസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. നമുക്ക് എന്താണ് ഈ സീക്വൻസിൻ്റെ അകത്ത് എന്തുകൊണ്ടെന്ന് തെളിയിച്ചാൽ മതി. ഈ സീക്വൻസിൽ ഏത് നമ്പേഴ്സ്? സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് വരും, എന്നാൽ ഈവൻ നമ്പേഴ്സ് വരത്തില്ലെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നോക്കുക. അടുത്തത് 4 കൊടുക്കുമ്പോൾ 4 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കിട്ടാൻ പോകുന്ന ആൻസർ 2 × 4 2 × 4 8 8 മൈനസ് 1 7 7/3 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ടൈം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2 × 5 10 10 മൈനസ് 1 9 9/3 9/3 കട്ട് ചെയ്യാൻ പറ്റും മക്കളെ. 9/3 കട്ട് ചെയ്യുമ്പോൾ 3 എന്ന് വരും. നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ 1 കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ അടുത്ത നമ്പർ 3 ആണ്. ഇനി അങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ നമ്മൾ ഇവിടെ 3യുടെ അടുത്ത മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇപ്പം 1 ഇവിടെ 9/3 എന്ന് കിട്ടി. അടുത്ത 6th ടേം കാണാം, 7th ടേം കാണാം. അങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കിവിടെ 1 കിട്ടി, 3 കിട്ടിയ പോലെ ഇനി 5 കിട്ടും. പക്ഷേ 1 കഴിഞ്ഞ് ഉള്ള 2 നമുക്ക് ഇവിടുന്ന് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ 1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ടാമത്തെ ടേം എന്നിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടി. എന്നിന് 5 കൊടുത്തപ്പോൾ നമുക്ക് 3 കിട്ടി. അടുത്ത നമുക്കിപ്പം 6 കൊടുത്ത് നോക്കാം. 6th ടൈം കണ്ട് നോക്കിയാൽ 2 × 6 6th ടൈം നമുക്കൊന്ന് കണ്ട് നോക്കാം. 2 × 6 12. ഓക്കെ, 12 മൈനസ് 1 11. അപ്പോൾ എന്ത് വരും? 11/3 എന്ന് വരും. ഓക്കെ, ഇനി x7 ഏഴാമത്തെ ടൈം നമ്മൾ കണ്ടു നോക്കുമ്പോൾ x7 കണ്ടു നോക്കുമ്പോൾ 2 × 7 14 14 മൈനസ് 1 13/3 ഓക്കെ. ഇനി നമ്മൾ എട്ടാമത്തെ ടൈം കണ്ടു നോക്കുകയാണെങ്കിൽ എട്ടാമത്തെ ടൈം നമ്മൾ കാണുകയാണെങ്കിൽ 2 × 8 16 16 മൈനസ് 1 15/3 15/3 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരുവാ? 5 എന്ന് വരത്തില്ലേ? അപ്പം സീക്വൻസിലെ ഇത്രയും നിങ്ങൾ ചെയ്യണമെന്നില്ല, കാരണം അത് വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, അത്രയും നിങ്ങൾ ഇത്ര എഴുതണമെന്നില്ല, നിങ്ങൾക്ക് സംഭവം കത്തണം. അതിന് വേണ്ടിയാണ് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ചിലപ്പം ഇച്ചിരി മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് അത്രയും എഴുതിയത്. അത്രയും നിങ്ങൾ എക്സാമിന് എഴുതണ്ട. ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഇഫ് എന്താണ് എന്നിൻ്റെ വാല്യൂ, ഇഫ് n ഈസ് ഈക്വൽ ടു എന്നിന് നിങ്ങൾ കൊടുക്കുന്നത് 2 എന്നുള്ള വാല്യൂ ആണ്. ഇഫ് n ഈസ് ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ടൈമായിട്ട് 1 കിട്ടും. ഓക്കെ, അടുത്ത നിങ്ങൾ ഇഫ് n ഈസ് ഈക്വൽ ടു അടുത്ത നമ്പർ കൊടുക്കുകയാണ്. എന്നിന് നിങ്ങൾ 5 എന്നുള്ള വാല്യൂ കൊടുത്താൽ എന്നിന് 5 കൊടുത്താൽ അഞ്ചാമത്തെ ടൈമായിട്ട് നിങ്ങൾക്ക് 3 കിട്ടും. അടുത്തത് നിങ്ങൾ എന്നിന് കൊടുക്കുന്നത് 8 ആണെങ്കിൽ ഇഫ് n ഈസ് ഈക്വൽ ടു 8 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എട്ടാമത്തെ ടൈമായിട്ട് എന്ത് കിട്ടും? 5 കിട്ടും. 1 3 കിട്ടിയേക്കുന്ന ആൻസർ ഉണ്ടോ? 1 3 5. എന്നിന് നിങ്ങൾ 2 കൊടുക്കുമ്പം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ടൈം 1 ആണ്, അഞ്ചാമത്തെ ടൈം 3 ആണ്, എട്ടാമത്തെ ടൈം 5 ആണ്. വിശദമായിട്ട് എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീക്വൻസിൽ അത് എഴുതണ്ട. നിങ്ങൾ ഇത്ര എഴുതി കഴിഞ്ഞ് ഇത് എഴുതുക. ഇതിന് 2 കൊടുക്കുമ്പോൾ 1 കിട്ടുന്നു, ഇതിന് 5 കൊടുക്കുമ്പോൾ 3 കിട്ടുന്നു, ഇതിന് 8 കൊടുക്കുമ്പോൾ 5 കിട്ടുന്നു. അപ്പം ഈ സീക്വൻസിൽ എന്തുണ്ട്? എന്താണ് നാച്ചുറൽ നമ്പർ എന്നല്ല, അതിൻ്റെ അകത്ത് ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഓഡ് നമ്പറുകൾ സീക്വൻസിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് നമ്പേഴ്സ് ഇല്ല? ഈവൻ നമ്പേഴ്സ് ഇല്ല. ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം therefore
the sequence contains all odd numbers but no even numbers. കറക്റ്റാണ്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അത് എന്തേ വരുന്നുള്ളൂ, ഓഡ് നമ്പേഴ്സേ ഉള്ളൂ, ഈവൻ നമ്പേഴ്സ് കാണുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ തെളിയിക്കുന്നത്. ആ ഒരു പേജിലെ 5ാമത്തെ ചോദ്യം നമ്മുടെ പ്രൂവ് ദാറ്റുള്ള 3ാമത്തെ പ്രൂവ് ദാറ്റ് ചോദ്യം നോക്കുക. പ്രൂവ് ദാറ്റിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 4, 7, 10 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ടേംസ് ആർ ആൾസോ ടേംസ് ഓഫ് ദ സീക്വൻസ്. എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ വന്നിരിക്കുന്ന ഈ ടേമുകളുണ്ട് 4, 7, 10. ഈ ടേമുകളുടെ സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ 4ൻ്റെ സ്ക്വയറായ 16, 7ൻ്റെ സ്ക്വയറായ 49, 10ൻ്റെ സ്ക്വയറായ 100. ഇതെല്ലാം ഈ സ്ക്വയേഴ്സും ഈ സീക്വൻസിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് കാണും, ആ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്ര എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അകത്തുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആണ്. നമ്മൾ അവിടുത്തെ ഡിഫറൻസ് ഒരു സീക്വൻസ് തന്നിരിക്കുന്നത് 4, 7, 10. അപ്പോൾ ആ സീക്വൻസിൻ്റെ ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ പോരെ. സീക്വൻസ് 4, 7, 10 അല്ലേ, അതിൻ്റെ ഡി കാണാൻ. ഓക്കെ, സെക്കൻഡ് ടേം ആരാടാ, 7ൽ നിന്നും ഫസ്റ്റ് ടൈമായ 4 കുറയ്ക്കുമ്പോൾ 7 - 4 3 എന്ന് വരും. ഓക്കെ, ഡി 3 ആണ്. നമ്മൾ ഓൾജിബ്ര ആണെന്ന് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. xn ഈസ് ഈക്വൽ ടു d ആരാന്ന് നോക്കിയേ, 3n പ്ലസ് f ആരാ, 4 - 3, 3n പ്ലസ് 4 - 3 1 ആണ്. അപ്പോൾ xn എന്തെന്ന് കിട്ടി, 3n പ്ലസ് 1 എന്ന് കിട്ടി. മക്കളെ ശ്രദ്ധിക്കണം, 3n എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ്. 3n എന്ന് പറഞ്ഞാൽ 3n. അത് എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. n-ന് 1 ഇട്ട് കൊടുക്കുമ്പം ആണ് ടേബിളിലെ 3 × 1 ആയ ഫസ്റ്റ് ടൈമായ 3 കിട്ടുന്നത്. n-ന് 1 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 3, n-ന് 3 × 1 3, 3 × 2 6, 3 × 3 9 അങ്ങനെയല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ നോർമലി 3യുടെ മൾട്ടിപ്പിളിനെയാണ് 3n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. n മാറ്റി വേറെ ഏത് ലെറ്ററും കൊടുക്കാം. n ഇപ്പോൾ വന്നതുകൊണ്ട് n സാറ് പറഞ്ഞതേ ഉള്ളൂ. 5n എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ, 5ൻ്റെ മൾട്ടിപ്പിളുകൾ നമ്മൾ ഷോർട്ടാക്കി പറയുന്നതാണ് 5n. 6ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 6n. അതുകൊണ്ട് 3n + 1 എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഓൾജിബ്ര സാറ് ഫോം പറയുകയാണ്. xn എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന്, മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന് വേണേൽ ആലോചിക്കാം. കാരണം 3n + 1 എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 1 എന്ന്. ഓക്കെ, ആ ഒരു ഫോമിലാണ് നമ്മുടെ ഓൾജിബ്ര കിടക്കുന്നത് 3n + 1. ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിന് മുമ്പൊക്കെ ഓൾജിബ്ര കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ അത്രയും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ ചിന്തിക്കാൻ കാരണം നമുക്ക് അടുത്ത പറയുന്ന സ്ക്വയറുകൾ കൊണ്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ, xnൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എല്ലാ ടേമും, xn എന്ന് പറഞ്ഞാൽ ടേമുകളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ടേമുകളുടെ എല്ലാം സ്ക്വയറും വേണമെന്നല്ലേ. അപ്പോൾ xnൻ്റെ സ്ക്വയർ, ടേമുകളുടെ സ്ക്വയർ ഉണ്ടോയെന്ന് നോക്കാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ xnൻ്റെ സ്ക്വയർ കാണുമ്പോൾ xn ആരാ, 3n + 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത് a + b ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ a + b ഹോൾ സ്ക്വയർ. a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താ, a + b ഹോൾ സ്ക്വയർ ആണെങ്കിൽ a² + 2ab + b² എന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3n + 1 ഹോൾ സ്ക്വയർ ആകുമ്പോഴാണ് a ആയിട്ട് വന്നേക്കുന്നത് 3n ആണ്, b 1 ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം a² എന്ന് വെച്ചാൽ 3n² + 2ab 2 × 3n × b ആരാ 1 ആണ്, പ്ലസ് b² എന്ന് പറഞ്ഞാൽ 1². 3n-ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ കാണണം, n-ൻ്റെ സ്ക്വയർ കാണണം. 2 നമ്പർ വന്നിട്ട് സ്ക്വയർ വന്നാൽ രണ്ടിൻ്റെയും സ്ക്വയർ നമ്മൾ അപ്ലൈ ചെയ്യണം. 3യുടെ സ്ക്വയർ 9, n-ൻ്റെ സ്ക്വയർ n², 9n² പ്ലസ് 2 × 3 6, 6 × n 6n, 6n × 1 6n പ്ലസ് 1² 1. മക്കളെ ഇത് ഓൾജിബ്ര ആയിട്ടുള്ള ടേം കണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്ക്വയർ കണ്ട് നോക്കുക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാണുമ്പം നമ്മളിവിടെ ചെയ്യുന്നത് xnൻ്റെ സ്ക്വയറാണ് കണ്ടേക്കുന്നത്. ഇവിടെ xnൻ്റെ സ്ക്വയർ, ഇവിടെ 2 ടേമിൽ നിന്നും ഈ 2 ടേമിലും കോമൺ ആയിട്ട് നമുക്കൊരു ടേമുണ്ട്. 2 ടേമിലും കോമൺ ആയിട്ട് വരുന്നൊരു നമ്പറാണ് 9ഉം 6ഉം കാണുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടൊരു 3യെ പുറത്തെടുക്കാം. 3 × 9n² ഇന്ന് 3 ഇങ്ങ് എടുത്താൽ 9n² എന്ന് പറഞ്ഞാൽ സത്യത്തിൽ 3 × 3n² അല്ലേ, അതല്ലേ ഈ 9n² എന്ന് പറയുന്നത്.
അതിൽ നമ്മൾ 3 കോമൺ എടുത്താൽ ബാക്കി എന്തോ വരും ഇവിടെ, ബാക്കി 3n² വരത്തില്ലേ? ഓക്കെ, പ്ലസ് 6n എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 3 എടുത്താൽ 6n വേണേൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ. 6n എന്ന് പറഞ്ഞാൽ 2 × 3n അല്ലേടാ ഈ 6n എന്ന് പറയുന്നത്. അപ്പം അവിടുന്ന് അല്ലെങ്കിൽ 3 × 2n അങ്ങനെ ആലോചിക്കുക. അവിടെ നിന്ന് ഒരു 3 ഇങ്ങ് പുറത്തെടുത്താൽ ബാക്കി ആരുണ്ട്? 3 പുറത്തെടുത്താൽ 2n ഉണ്ട്, ബാക്കി 2n. ഓക്കെ, അപ്പോൾ ഈ 2 ടേമിൽ നിന്ന് നമ്മളൊരു 3 പുറത്തെടുത്തത് തെറ്റിയോ എന്നറിയാൻ അകത്തോട്ട് കൊടുത്ത് നോക്കിയാൽ മതി. 3 × 3 9n², 3 × 2 6n. ഓക്കെ, പ്ലസ് 1. എടാ നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ സ്ക്വയറുകൾ, ടേമുകളുടെ സ്ക്വയറുകളും ഈ സീക്വൻസിൽ ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മുടെ ഓൾജിബ്രക് ടേം എല്ലാ ടേമുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ടേമുകൾക്കും മനസ്സിലാക്കാൻ പറ്റിയ മെയിൻ ടേമാണ് ഓൾജിബ്രക് ടേം. ആ ഓൾജിബ്രക് ടേമിൻ്റെ സ്ക്വയർ കണ്ടു നോക്കുകയാണ്. സ്ക്വയർ നമ്മൾ ഓൾജിബ്രക് ടേമിൻ്റെ സ്ക്വയർ കാണുമ്പം, ഓൾജിബ്രക് ടേമിൻ്റെ സ്ക്വയർ കണ്ടപ്പോഴും ഇത് 3യും ബ്രാക്കറ്റിലുള്ളവരെ n ആയിട്ട് ആലോചിക്കുക. അപ്പോൾ ഈ xn² എന്ന് പറയുന്ന ഏത് ഫോർമാറ്റ്? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് 3 + 1ൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ നമ്മുടെ xn, നമ്മുടെ ഓൾജിബ്രക് ടേമിൻ്റെ ഫോമാണ് മൾട്ടിപ്പിൾ ഓഫ് 3 + 1. നമ്മുടെ ആ ഓൾജിബ്രക് ടേമിൻ്റെ സ്ക്വയർ കണ്ടപ്പം അതിൻ്റെ ഫോം എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന് വെച്ചാൽ നമ്മുടെ ടേമിൻ്റെ ഓൾജിബ്രക് ഫോമിൻ്റെ അതേ ഫോമിലാണ് നമ്മുടെ സ്ക്വയർ കണ്ടപ്പോഴും നമുക്ക് കിട്ടിയത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ടേമുകളുടെ അതേ ഫോം സ്ക്വയറിനും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടേമുകളുടെ സ്ക്വയേഴ്സ് എല്ലാം ആ സീക്വൻസിൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ 4ൻ്റെ സ്ക്വയറായ 16 ഉണ്ട്, 7ൻ്റെ സ്ക്വയറായ ആരുണ്ട്? 49 ഉണ്ട്, 10ൻ്റെ സ്ക്വയറായ 100 ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ ഓൾജിബ്രക് ഫോം മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്നുള്ള ഫോമിലാണ്. നമ്മൾ ആ ഓൾജിബ്രക് ഫോമിൻ്റെ സ്ക്വയർ കണ്ടപ്പോഴും അതും മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്നുള്ള ഫോർമാറ്റിലാണ്. അതിൻ്റെ അർത്ഥം therefore the squares of all terms are also terms of the sequence. എന്ന് വെച്ചാൽ ഈ സീക്വൻസിലെ ടേമുകളുടെ സ്ക്വയേഴ്സും ഈ സീക്വൻസിൽ വരുന്നുണ്ട്. എഴുതി പോകുന്ന എല്ലാ ടേമുകളുടെയും സ്ക്വയേഴ്സും ഈ സീക്വൻസിൽ തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മുടെ പ്രൂവ് ദാറ്റുകളുടെ 4ാമത്തെ പ്രൂവ് ദാറ്റ് ചോദ്യമാണ്. 4 പ്രൂവ് ദാറ്റുകൾ എവിടെ ഉള്ളത്? പ്രൂവ് ദാറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയറുകളൊന്നും വരുന്നില്ല എന്ന് തെളിയിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ വരുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയറുകളൊന്നും ഇല്ല എന്നാണ് നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സീക്വൻസ് 5, 8, 11 അല്ലേ? 5, 8, 11 നമ്മൾ ഇതുവരെയുള്ള പ്രൂവ് ദാറ്റുകളെല്ലാം ചെയ്തതുപോലെ തന്നെ 3 പ്രൂവ് ദാറ്റുകളും ചെയ്തതുപോലെ നമ്മൾ ചെയ്യുന്നത് ഓൾജിബ്രക് ഫോം കാണാൻ പോകുന്നുണ്ട്. ഓൾജിബ്രക് ഫോം അപ്പോൾ ഏത് ടേമുകളെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ഓൾജിബ്രക് ഫോം കാണാൻ ഫസ്റ്റ് ടേം ഇവിടെ 5 ആണ്. ഇവിടുത്തെ ഡി കോമൺ ഡിഫറൻസ് എന്താണ്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. സെക്കൻഡ് ടേം x2 - x1. സെക്കൻഡ് ടേം 8 ആണ്. 8 - 5 ഇതിൽ നിന്നും 5 പോയാൽ 3 അല്ലടാ 3. ഇനി ഓൾജിബ്ര കാണാം. xn = dn + f - d ആണ് ഓൾജിബ്രയുടെ ഇക്വേഷൻ, അറിയാമല്ലോ. അപ്പം xn = d ആരാണ്? അതെ, ഇവിടുത്തെ d 3 ആണ്. 3n പ്ലസ് ഫസ്റ്റ് ടേം 5 ആണ് മൈനസ് d 3 ആണ്. 5 - 3 3n + 2. നമ്മൾ തൊട്ട് മുമ്പുള്ള പ്രൂവ് ദാറ്റിൻ്റെ അത് എഴുതിയ പോലെ അവിടെയും ഇതേപോലെ സ്ക്വയറുകളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എഴുതിയെന്ന് പറഞ്ഞാൽ ഈ 3n എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു 3n എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മൾട്ടിപ്പിളിനാണ് 3n എന്ന് പറയുന്നത്? 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ xn = മൾട്ടിപ്പിൾ ഓഫ് 3 അതാണ് 3n + 2 എന്ന് വേണേൽ പറയാം. മൾട്ടിപ്പിൾ ഓഫ് 3 + 2. ഇനി നമ്മൾ ഈ ടേമിൻ്റെ ഈ xn എന്ന് പറയുന്ന അതിൻ്റെ സ്ക്വയർ കാണും. xnൻ്റെ സ്ക്വയർ കാണുമ്പം xn എന്ന് പറഞ്ഞാൽ ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ടേമിൻ്റെ സ്ക്വയർ കാണുമ്പം ഇതേ ഫോമിൽ തന്നെ വന്നാൽ നമ്മുടെ ഓൾജിബ്രക് ഫോം കണ്ടപ്പം കിട്ടിയ ഫോമാണ് മൾട്ടിപ്പിൾ ഓഫ് 3 + 2 എന്നുള്ള ഫോമിലാണ് ഓൾജിബ്രക് ഫോം കിടക്കുന്നത്. നമുക്ക് കാണാൻ പോകുന്ന xnൻ്റെ സ്ക്വയർ കാണുമ്പോഴും അതേ ഫോമിൽ വന്നാൽ നമുക്ക് സ്ക്വയേഴ്സ് ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കുകയാണ് xnൻ്റെ സ്ക്വയർ. xn ആരാ? ഇത് നോക്കുക. xn 3n + 2 ആണ്. 3n + 2 ദ ഹോൾ സ്ക്വയർ.
നേരത്തെ കണക്ക് ചെയ്തപോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ്. അപ്പോൾ എങ്ങനെയാണ് മാറ്റുന്ന എക്സ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ ആരാ 3n സ്ക്വയർ 3n ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ ഇൻറ്റു ബി. ഇത് എ ആണ്, ഇയാൾ ബി ആണ്. 2 ഇൻറ്റു എ ഇൻറ്റു ബി 2 ഇൻറ്റു എ 2 ഇൻറ്റു 3n 2 ഇൻറ്റു 3n 6n 6n ഇൻറ്റു 2 12n എന്ന് വരും. 12n പ്ലസ് ബി സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ. അതെ 3n സ്ക്വയർ കാണുന്നത് 3യുടെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ കാണും. 3യുടെ സ്ക്വയർ 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഓക്കെ 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4. ഇവിടെ നമ്മൾ xn സ്ക്വയർ ഈക്വൽ ഇവിടെ നമ്മളൊരു 3 കോമൺ എടുക്കുകയാണ്. 2 എടുത്തു 3 കോമൺ എടുത്താൽ 9n സ്ക്വയറിൽ നിന്ന് 3 എടുത്താൽ 3n സ്ക്വയർ ഉണ്ട് ബാക്കി, പ്ലസ് 12n 3 എടുത്താൽ ബാക്കി പോയിട്ട് 4n ഉണ്ട്, പ്ലസ് ഈ കിടക്കുന്ന 4. ഡൗട്ട് ഉണ്ടെങ്കിൽ അകത്തോട്ട് കൊടുത്ത് നോക്കുക. 3 ഇൻറ്റു 3n സ്ക്വയർ 9n സ്ക്വയർ 3 ഇൻറ്റു 4n 12n പ്ലസ് ആ കിടക്കുന്ന 4. ഇവിടെ ഇതിപ്പം ഏത് ഫോമിലാണ്? അതെ xn സ്ക്വയർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3. ഇതിനെ n ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ 3 ഇൻറ്റു ഒരു n എന്ന് പറഞ്ഞൊരു ടേം പോലെ. അപ്പം 3 ഇൻറ്റു എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3യുടെ മൾട്ടിപ്പിൾ. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 4 എന്നുള്ള ഫോർമാറ്റിലാണിത്. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 4. പക്ഷേ എങ്ങനെയാണ് വരേണ്ടത്? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 എന്ന് വരുമ്പോഴേ നമുക്കിതിന് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെയ്ൻ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടും ആ ഓൾജിബ്ര കാണുമ്പോൾ കിട്ടുന്ന അതേ ആൻസർ തന്നെ ഇവിടെയും കിട്ടിയാൽ ഓക്കെ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇല്ലയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എന്താണ്? therefore sequence does not contain any perfect square. സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും വരുന്നില്ല. ഓൾജിബ്രക് ഫോം കണ്ടപ്പോൾ കിട്ടിയ അതേ ഫോം കിട്ടിയായിരുന്നെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നെന്ന് പറയാമായിരുന്നു. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 2 എന്നുള്ള ഫോർമാറ്റിലാണ് ഓൾജിബ്രക് ടൈം. പക്ഷേ സ്ക്വയർ കണ്ടപ്പം മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 4 എന്നാണ്. അപ്പം കണ്ടും കറക്റ്റ് അല്ല. അപ്പം അതുകൊണ്ട് എന്തല്ല സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ വീഡിയോ കാണുമ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ കൂടുക. ശേഷം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ അടുത്തടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പം അടുത്തൊരു പാർട്ട് വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.